ചെറിയ സമയത്ത് വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്നുള്ള അത് പഠിച്ചുകൊണ്ടാണ് നമ്മൾ വളർന്നത്. വിദ്യാഭ്യാസമാണ്. ഇന്ന് വിദ്യാഭ്യാസം എല്ലാം നേടിക്കഴിഞ്ഞിട്ടും ആരോഗ്യത്തിനെ പറ്റി വേവലാതി കൊണ്ട് നടക്കുന്ന മനുഷ്യന്മാരാണ് ഇപ്പൊ കൂടുതലും. എന്നുവെച്ചാൽ ഇപ്പം ഒരു 50 വയസ്സ് പിന്നിട്ട് ഒരു 60-ലേക്കൊക്കെ എത്തുമ്പോൾ പ്രഷർ കൊളസ്ട്രോൾ ഒന്നും ഇല്ല എന്ന് കേൾക്കുമ്പോൾ ഭാഗ്യവാൻ എന്ന് പറയും കേൾക്കുന്നവര്. അപ്പോൾ അത് വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന് പറയുമ്പോൾ ആരോഗ്യം സർവ്വധനാൽ പ്രധാനം എന്ന തരത്തിൽ എത്തി കാര്യങ്ങൾ. കാരണം സാമ്പത്തികമായി മുന്നേറി, ശാസ്ത്രം വളർന്ന് അതിന്റെ ഉത്തുംഗതിയിലെത്തി, എല്ലാ രോഗത്തിനും ചികിത്സ ഉണ്ട്, എല്ലാ രോഗം എത്രയും വേഗം കണ്ടുപിടിക്കാനുള്ള സംവിധാനം ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ രോഗം കണ്ടുപിടിക്കാനുള്ള ഒരു നെട്ടോട്ടത്തിലാണ്. നേരത്തെ കണ്ടുപിടിക്കാതെ നേരത്തെ നോക്കിയാൽ ചികിത്സ കിട്ടും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ചിന്തിക്കുന്ന രോഗം തന്നെ നമ്മൾ രോഗത്തിനെ പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തരും. ആ ചിന്തിക്കുന്നത് എന്തിലാണോ അത് നമ്മൾ അതിലെത്തിപ്പെടും എന്നുള്ളതല്ലേ. അപ്പോൾ നമ്മൾ ഇപ്പം ഷുഗറിനെ പറ്റിയല്ലേ, പ്രഷറിനെ പറ്റിയല്ലേ, ഇപ്പം ക്യാൻസറിനെ പറ്റിയെല്ലാം വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയാതെ അതിലേക്കുള്ളൊരു യാത്ര തുടങ്ങി വെക്കുന്ന. അപ്പം നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആരോഗ്യത്തിനെ പറ്റി ചിന്തിക്കുന്നവർ ആകുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിലേക്ക് തന്നെ നമ്മൾ എത്തിപ്പെടുന്നത്. ഇപ്പോൾ ക്യാൻസറിനെ പറ്റിയൊന്നും ഇപ്പോൾ ആൻറ്റി ക്യാൻസറൊക്കെ നമ്മളെ കമ്പനി ഇറക്കാൻ പോവുക. അപ്പം ഒന്നുകൂടെ നമ്മൾ ധൈര്യത്തിലിരിക്കുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥയും ആ ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ കൂടുതൽ ആരോഗ്യവാന്മാരാണ്. അതുകൊണ്ട് തന്നെ എത്ര തവണ ദൈവത്തിനെ സ്തുതിച്ചാലും മതിയാവാത്തൊരു ആൾക്കാരാണ് നമ്മൾ. വരുമാനം പ്രവർത്തിക്കുന്നതിനനുസരിച്ച് വരുമാനം, ഇപ്പൊ എൻ്റെ വരുമാനം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രവർത്തനത്തിന്റെ കുറവാന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. വരുമാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പ്രവർത്തിച്ചാൽ കിട്ടുന്നതാണെന്നും അറിയാം. അപ്പൊ വരുമാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കാത്തതിൻ്റെന്ന് മനസ്സിലാക്കിയാൽ തന്നെയും നമ്മൾ അനുഗ്രഹീതരാണെന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ പറ്റും. നമുക്ക് അത്രക്കും നല്ലൊരു കമ്പനിയിൽ, ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയിൽ പൈസ ഉണ്ടാക്കുന്നവരെല്ലാം ഒരുപാടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനി വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കമ്പനി അവരുടെ അടുത്ത് വിലയിരുത്താൻ പോലും യോഗ്യതയില്ല അവർക്കൊന്നും. അതായത് DB അനന്തനാരായണൻ സാർ എന്ന് പറഞ്ഞാൽ അത്രയും എക്സ്പീരിയൻസ് ഉള്ള, ഓരോ പ്രൊഡക്റ്റും അദ്ദേഹം എങ്ങനെ ഇറക്കിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഇരുന്നൊരു ദിവസം ഒന്നും ചർച്ച ചെയ്താലൊന്നും മതിയാവാത്തതുപോലെ തോന്നും. നമ്മളിപ്പം കേട്ട് പരിചയമുള്ള എല്ലാവർക്കും അറിയുന്ന ഒരു പ്രൊഡക്റ്റുകളിലൂടെ തന്നെ ഞാൻ ഇന്നും യാത്ര ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാടൊന്നും അതിനെപ്പറ്റി അറിവുള്ളതല്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിദ്യാഭ്യാസ കുറവും എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും എനിക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ തമ്മിലൊരു ചർച്ച ചെയ്യാൻ, അതിനാണല്ലോ നമുക്ക് നൗഫൽ സാർ ഈ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ കുറച്ച് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകാന്നുള്ളത് ഇതാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഞാൻ പറയാൻ പോകുന്ന ലിവറിനെ സംബന്ധിച്ചിട്ട് ലിവാഗൈൻ്റെ ആ പ്രൊഡക്റ്റ് തന്നെയാണ് എനിക്ക് പറയാൻ ഇഷ്ടം. ഇന്ന് നമ്മൾ ഗ്യാസ് നെഞ്ഞിച്ചിൽ ഒന്നെല്ലാം പറഞ്ഞിട്ട് ലിവാഗൈന് കൊടുക്കുമ്പോൾ ലിവർ പ്രോബ്ലം അന്നന്ന് കൂടിക്കൊണ്ടിരിക്കുന്നൊരു അവസ്ഥയിലാണ് ഇപ്പം ജനങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് കുറേ മുമ്പത്തെ കണക്ക് വെച്ച് നോക്കിയാൽ തന്നെ പ്രതിവർഷം 1.5 കോടി ജനങ്ങൾ പിന്നെ ലിവർ മാറ്റ ശസ്ത്രക്രിയക്ക് രജിസ്ട്രേഷൻ ചെയ്യപ്പെടുന്നുണ്ട് വേൾഡിൽ. അതിൽ പിന്നെ 2.5 ലക്ഷത്തിലധികം ആൾക്കാർ ഇന്ത്യയിലാണെങ്കിൽ, അത് ഇപ്പോഴുള്ള കണക്കല്ല, ഇപ്പോഴുള്ള കണക്കെല്ലാം മുമ്പിൽ നിൽക്കും. നിർബന്ധ രജിസ്ട്രേഷന് വിധേയമായൊരു രജിസ്ട്രേഷൻ കിട്ടിയൊരു 25,000 ആണെങ്കിൽ അതിൽ മാറ്റിവെക്കപ്പെടുന്നത് 10,000. അപ്പം ഈ 2.5 ലക്ഷത്തിലധികം ആൾക്കാർ ലിവർ നശിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിലെല്ലാം ഇപ്പം എനിക്ക് തോന്നുന്ന ഒരു 5 ലക്ഷത്തിലെല്ലാം എത്തിയിട്ടുണ്ടാവും. ഇന്ത്യയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അത് കേരളത്തിലാണ് എല്ലാ മെഡിസിൻസും ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന സ്ഥലവും കേരളം തന്നെയാണ്. കേരളത്തിലെ മലബാർ ഏരിയയിലാണ് ഏറ്റവും കൂടുതലും. അപ്പോൾ അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം നോൺ ആൽക്കഹോളിക് ലിവർ സിറോസിസ് എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായിട്ട് ലിവറിന് കംപ്ലൈൻറ്റ് കാണുന്നത്. അപ്പോൾ ഡോക്ടർ അപ്പം ഈ ഫാറ്റി ലിവർ പരിശോധിച്ചാൽ എല്ലാവർക്കും ഫാറ്റി ലിവർ ഡോക്ടർമാർ കോമൺ ആയിട്ട് പറയൽ തുടങ്ങി. ഇപ്പം എൻ്റെ ഒരു കൂട്ടുകാരത്തിൻ്റെയോട് ഫാറ്റി ലിവർ ഉണ്ടായപ്പോൾ ഡോക്ടർ പറഞ്ഞ് അത് സാരമില്ല. ഇക്രയിലെ ഡോക്ടറെ പറഞ്ഞത് സാരമില്ല, അതിപ്പോൾ എല്ലാവർക്കും ഉള്ളതല്ലേ. എന്തുകൊണ്ട് അതിപ്പോൾ എല്ലാവർക്കും ഉള്ളതല്ലേ എന്നുള്ളൊരവസ്ഥയിലേക്ക് മാറി. അപ്പം നമുക്കത് ഫാറ്റി ലിവർ പോലും വേണ്ട. കാരണം എല്ലാ ഗ്ലാൻഡുകളുടെയും ഹെഡ് ഓഫീസാണ് ലിവർ. ഒരു ട്രാൻസ്ഫോമർ തന്നെ ശരീരത്തിൽ ഒരു ട്രാൻസ്ഫോമറായിട്ട് തന്നെ നമുക്ക് സങ്കല്പിക്കാം. ട്രാൻസ്ഫോമർ ഇല്ലെങ്കിൽ എവിടെയും കറണ്ട് ഉണ്ടാവില്ല, ഒറ്റ ലൈനും കറണ്ട് ഉണ്ടാവില്ല. അപ്പോൾ ഒരു
ലിവറിന് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ പിന്നെ നമുക്ക് സംഭവിക്കാൻ പോകുന്നത് തൈറോയ്ഡ് ഗ്ലാൻഡിൽ കംപ്ലൈന്റ് വരും, പിന്നെ ഷുഗർ വരും. അപ്പം ഇങ്ങനെ ഒരു മാലപ്പടക്കം പോലെ രോഗങ്ങൾക്ക് തിരികൊളുത്തി വെക്കുന്ന അഞ്ചുതാമരത്തിന്റെ ട്രെയിനിങ് നമുക്കൊക്കെ ഒരു ഗേറ്റ് ആണ് ലിവർ എന്ന്. ആ ഗേറ്റ് തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനും ഏത് നേരത്തും കടന്നു വരാൻ പറ്റും. അപ്പൊ ഗേറ്റ് അടഞ്ഞു കിടക്കണം എന്നുള്ളതാണ് അതൊരു അപ്പൊ ഗേറ്റ് പോലെ നമ്മളെ ഓരോ ബാക്ടീരിയകളും ഇപ്പൊ ഒരു നടന്നു പോവാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലത്തേക്ക് എത്തിയ അവിടെയെല്ലാം ബാക്ടീരിയ ഉണ്ട്, എന്തെങ്കിലും ചീഞ്ഞളിഞ്ഞതൊക്കെ കാണാൻ നമ്മളത് കടന്ന് നടന്ന് പോയിട്ടുണ്ടാകും. പക്ഷെ ആ ബാക്ടീരിയ നമ്മൾ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. എന്താ വെച്ചാൽ അങ്ങനെ നമുക്ക് പ്രതിരോധിക്കാനുള്ള ഒരു ശക്തി കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇന്നത്തെ കാലത്ത് ഈ നിപ്പ പിന്നെ കോവിഡ് എല്ലാം നമ്മളൊന്ന് പേടിപ്പിച്ച് കുടഞ്ഞിട്ട രണ്ട് ബാക്ടീരിയ പ്രശ്നങ്ങളാണ്. അതേസമയത്ത് അതിനേക്കാളും മാരകമായിട്ട് ഇന്ന് പിന്നെ സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന രണ്ട് പ്രശ്നങ്ങളാണ് സിബോ എന്ന് പറഞ്ഞിട്ടും IBS എന്ന് പറഞ്ഞാൽ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്നാ പറയാ. അതുപോലെ സിബോ സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് എന്ന് പറയും. അപ്പൊ അത് എന്താന്ന് ഒരു ടെസ്റ്റിൽ എത്ര പെട്ടെന്ന് കണ്ടുപിടിക്കാനും പറ്റുന്നില്ല. എന്നാൽ ഈ ഗ്യാസിന്റെ ബുദ്ധിമുട്ടാണ് കൂടുതലും, ദഹന പ്രശ്നങ്ങളും ഗ്യാസിന്റെ ബുദ്ധിമുട്ടാണ് കൂടുതൽ ഉണ്ടാക്കുന്നത്. അത് ഈ ബാക്ടീരിയ, ഈ കുടലിലെ ബാക്ടീരിയ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഈ പ്രകൃതിക്കൊരു താളമുള്ള പോലെ തന്നെ മനുഷ്യനും പ്രകൃതി ഒരുപോലെ തന്നെയാണ്. മനുഷ്യന്റെ പ്രകൃതിയിൽ ഒരുപാട് കോടിക്കണക്കിന് ബാക്ടീരിയകൾ പ്രവർത്തിക്കുന്നതിന്റെ ഫലമായിട്ടാണ് നമ്മൾ വൃക്ഷങ്ങൾ തൈകൾ നടുമ്പോൾ അത് വളരുന്നതും അതിൽ കായ്ഫലം കിട്ടുന്നതും ഒക്കെ. അതുപോലെ തന്നെ ഒരു കോടിക്കണക്കിന് ബാക്ടീരിയ അടങ്ങുന്ന ഒരു സമൂഹ ജീവിയാണ് ഒരു മനുഷ്യൻ. അപ്പൊ ആ ബാക്ടീരിയയിൽ ഉണ്ടാകുന്ന ചില ബാക്ടീരിയകൾ വളരേണ്ടാത്ത സാഹചര്യത്തിൽ വളരുക, ചില ബാക്ടീരിയകൾ വളരേണ്ട വിധത്തിൽ വളരാണ്ടിരിക്കുക, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ശരീരത്തിൽ ഉണ്ടാകുമ്പോഴാണ് ഈ സിബോ IBS എല്ലാം വരുന്നത്. ഇതൊക്കെ വരാണ്ടിരിക്കുക നമുക്ക് ഇത് നമ്മുടെ ലിവറിന്ന് ഒരു ഗ്ലാൻഡിനെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു രോഗവും നമ്മളെ കൊള്ള വരില്ല എന്നുള്ളതാണ്. ഒരു രോഗവും, എല്ലാ രോഗത്തിനെയും പ്രതിരോധിക്കാൻ നമ്മുടെ ലിവറിനെ മാത്രം പെർഫെക്റ്റ് ചെയ്താൽ മതി. എനിക്ക് തോന്നുന്ന 95 പോലും നമ്മൾ അത് കഴിഞ്ഞിട്ടേ വേണ്ടുള്ളൂ. ഞാൻ സ്ഥിരമായിട്ട് ലിവർ കഴിക്കുന്ന ഒരാൾക്ക് മാലിന്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യേണ്ട ഇത് പ്രവർത്തിക്കുന്നത് ലിവറിലാണ്. ലിവർ ഭക്ഷണത്തിനെ വിഘടിക്കാൻ സഹായിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മാലിന്യങ്ങളെ നിർവീര്യാക്കാൻ ലിവറിന്റെ സഹായത്തോടെയാണ് കിഡ്നി പുറന്തള്ളേണ്ടത്. അപ്പം അത് നമുക്ക് കിഡ്നിക്ക് തളർച്ച വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂറിഫ്ലഷ് ഉണ്ടെങ്കിൽ തന്നെയും ഈ ലിവർ പെർഫെക്റ്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും മാലിന്യമായ രക്തം അരിച്ച് നീക്കേണ്ട ഒരു അവസ്ഥ കിഡ്നിക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ലിവറിന് തന്നെയാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. പിന്നെ ലിവർ ഡാമേജ് ആവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ ഫാസ്റ്റ് ഫുഡിനെ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഫാസ്റ്റ് ഫുഡിനെ. ഇപ്പൊ ഫാസ്റ്റ് ഫുഡ് ഒരു ഘടകം തന്നെയാണ്, പക്ഷെ അതിൽ കൂടുതൽ ഇപ്പൊ ഈ വളർന്നു വരുന്ന കുട്ടികളെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവര് രാത്രി ഉറങ്ങാൻ ഇഷ്ടപ്പെടാത്ത കുട്ടികളാണ്. രാത്രി ഇങ്ങനെ ഒന്നുകിൽ പഠിക്കുക അല്ലെങ്കിൽ ഫോൺ കൊണ്ട് കളിച്ചിട്ടെങ്കിലും രാത്രി ഒരു 2 മണി 3 മണി സമയത്ത് ഉറങ്ങി രാവിലെ കുറച്ച് ലേറ്റ് ആയിട്ട് എണീക്കാൻ ഇഷ്ടപ്പെടുന്ന കുട്ടികൾ. അതുപോലെ തന്നെ അവർക്ക് ഈ ഫോൺ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ബേക്കറി സാധനങ്ങളൊക്കെ കുറിക്കാനും അല്ലെ രാത്രി എന്തെങ്കിലും ലേറ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കാനൊക്കെ അവർക്ക് ഇഷ്ടമുണ്ടാവും. കാരണം അവർക്ക് ഉറക്കം കഴിഞ്ഞിട്ടിരിക്കേണ്ടതുണ്ട്. ഇതെല്ലാം ലിവറിന് ഡാമേജ് ആക്കുന്ന ഒരു പ്രശ്നം. പിന്നെ ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം, പിന്നെ നമ്മൾ പറയും പോലെ ഈ ഭക്ഷണത്തിലും അല്ലാതെ ഈ പച്ചക്കറി, മീന് ഇതിലെല്ലാം വരുന്ന കെമിക്കലുകൾ. പച്ചക്കറി നട്ട് വളർത്തുമ്പോൾ മാത്രമല്ല കെമിക്കൽ അടിക്കുന്നത്, പറിച്ച് വിളവെടുത്ത് കഴിഞ്ഞ് പാക്ക് ചെയ്യുമ്പോൾ കെമിക്കൽ കൂടെയാണ്. നമുക്ക് പച്ചക്കറി കടയിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും ഫ്രഷ് സാധനങ്ങൾ നോക്കിയിട്ട് നമ്മൾ വാങ്ങിക്കും. നമ്മളായിട്ട് പച്ചക്കറി ഉണ്ടാക്കിയിട്ട് പറിച്ച് വെച്ച് കുറച്ച് ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് തന്നെ നോക്കിയാൽ മതി, ഒരു ചെറിയൊരു വാട്ട അതിന് കണ്ടിട്ടുണ്ട്. അതേസമയത്ത് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നല്ല അന്നേരം പറിച്ചിട്ട് വെച്ചിട്ടേ ഉള്ളൂ എന്ന് തോന്നും. അപ്പൊ അത്രയും ഫ്രഷ്നെസ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കെമിക്കലുകൾ. അതുപോലെ പിന്നെ മുളക് പൊടി, മല്ലി, ഇതെല്ലാം നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടാണ് പൊടിക്കുക. പാക്കറ്റ് പൊടികൾ പ്രിസർവേറ്റീവ് ചേർക്കാതെ തന്നെ മില്ലുകളിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വാങ്ങിക്കാൻ മടിക്കും. അതിൽ എലിക്കാട്ടോ അല്ലെങ്കിൽ എലിമൂത്രോ അങ്ങനെ എന്തെങ്കിലും എല്ലാം പൊടിഞ്ഞിട്ടുണ്ടാവുമോ, കഴുകിയിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ കൊണ്ടുവന്ന് കഴുകി പൊടിക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ പച്ചമുളക്
കൃഷി ചെയ്യുമ്പോൾ കെമിക്കൽ അടിച്ചിട്ടുണ്ടാവും. വിളവെടുത്തതിന്റെ ശേഷം ഉണക്കി കഴിയുമ്പോൾ കൊല്ലങ്ങളോളം സൂക്ഷിക്കാൻ വേണ്ടി കെമിക്കൽ ഉണ്ടാവും. സവാളയിൽ എല്ലാം കെമിക്കൽ നല്ലോണം നമുക്ക് ഇങ്ങനെ കണ്ടതാണ് നമ്മൾ മീഡിയയിലെല്ലാം ഓരോരോ ന്യൂസ് ചെയ്തിട്ട്. പിന്നെ ഈ പശുവിനെ ഒന്നും വളർത്താൻ ആർക്കും താല്പര്യമില്ല. അപ്പൊ നമ്മൾ പാക്കറ്റ് പാലിനെ കൂടുതലായി ആശ്രയിച്ചു തുടങ്ങി. അപ്പൊ അങ്ങനെ നമ്മൾ ഒരു പക്ഷേ എൻ്റെ ഒരു ഏജൊക്കെ എത്തിയ ആൾക്കാർക്ക് ചെറുപ്പത്തിൽ ഒരു നല്ല ഭക്ഷണവും കുറച്ചുകൂടെ നല്ല ഓക്സിജനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാകും. ആ സമയം നമ്മൾ ഇനി വരുന്ന തലമുറ മക്കളും അടുത്ത മക്കളും തലമുറകളിലായിട്ട് ജനറേഷൻ രോഗങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ട് വരുന്നൊരു സാഹചര്യമാണ് ഉണ്ടാവാൻ പോകുന്നത്. അതിനി ആർക്കും എത്ര ശാസ്ത്രം വികസിച്ചാലും അത് മാറാൻ പോകുന്നില്ല. രോഗം ഇപ്പം എൻ്റെ ഉമ്മാനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ സിസ്റ്റർ പറഞ്ഞൊരു കാര്യം, എല്ലാവരുടെ അടുത്ത് എപ്പം പറയുന്നൊരു കാര്യം, സിസ്റ്റർ പറഞ്ഞൊരു കാര്യം, 10 വർഷം മുമ്പേ ഓരോ ഒപിയിലും ഒരു 10ഓ 25ഓ ക്യാൻസർ രോഗികളാണെങ്കിൽ ഇന്ന് ഒപിയിൽ നിൽക്കാനും ഇരിക്കാനും സ്ഥലമില്ല. ഹോസ്പിറ്റലിൽ പിന്നെയും വികസിപ്പിക്കേണ്ടിടത്തിലെത്തി. ഓരോ ഹോസ്പിറ്റലിലെ കാര്യമാണ് പറയുന്നത്. അപ്പൊ തിരുവനന്തപുരം RCCയും കാര്യങ്ങളൊക്കെ, പിന്നെ നമ്മൾ പറയുന്ന ഫാസ്റ്റ് ഫുഡും അതും ഇതൊക്കെ, ചെറിയ കുഞ്ഞു മക്കള് 6 മാസം മുതലൊക്കെ ഉള്ള കുട്ടികൾ ക്യാൻസർ രോഗികളായിട്ട് വരുമ്പോൾ ഇനി ഒരു 10 വർഷം കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും നമ്മുടെ സമൂഹം എന്നുള്ളത് ആലോചിച്ചിട്ട് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയിൽ ഏറ്റവും മുമ്പ് നിൽക്കുന്ന ഈ അവയവത്തിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കെല്ലാം നിങ്ങൾക്കെല്ലാം ഇതിൽ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നവർക്കെല്ലാം അറിയാമെങ്കിലും ഒന്നും കൂടെ ഞാനത് പറഞ്ഞു പോയത് അതുകൊണ്ടാണ്. നമുക്ക് ഒരു ക്ലീനിങ് ഐറ്റംസ് ആയിട്ടുള്ള ഈ ലിവറിലൂടെ പിന്നെ എന്താ പറയുക, വായ മുതൽ മലദ്വാരം വരെ ക്ലീനിങ് ആയിട്ട് കിടന്നാൽ അതിൻ്റെ ഇതൊക്കെ പ്രവർത്തനങ്ങളൊക്കെ റെഡിയായിട്ട് സ്മൂത്തായിട്ട് നടന്നു കഴിയുമ്പോൾ ഒരു രോഗവും വരില്ല. ഏതൊരു രോഗത്തിൻ്റെ അടിസ്ഥാനം വയറാണെന്ന് തന്നെയാണ് ആചാര്യന്മാരായാലും പ്രവാചകന്മാരായാലും ആധുനിക വൈദ്യശാസ്ത്രമായാലും എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. വയറിൽ നിന്ന് മാത്രമേ രോഗത്തിന്റെ തുടക്കം വരുള്ളൂ. അപ്പോൾ ഈ നമ്മുടെ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ബാക്ടീരിയ ഉണ്ടാവും. നമ്മൾ കണ്ണുകൊണ്ട് ബാക്ടീരിയകളെ കണ്ടിരുന്ന ഒരു കണ്ണാണ് നമുക്ക് ദൈവം തന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് ജീവിക്കാൻ പോലും പറ്റൂല. കാരണം നമ്മുടെ മുഖത്ത് ബാക്ടീരിയ ഉണ്ട്. നശിക്കുന്ന കോശങ്ങളെ ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്കിന്നിൽ ധാരാളം ബാക്ടീരിയ ഉണ്ട്. നമ്മളെ ബുദ്ധിമുട്ടാക്കാതെ നശിച്ച കോശങ്ങളൊക്കെ ഭക്ഷിച്ച് പുതിയ കോശങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ശരീരത്തിന് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള മാലിന്യങ്ങൾ കാരണം സ്കിന്നിലേക്ക് വരുന്നത്, വിയർപ്പിലൂടെയോ മറ്റോ വരുന്നത് മോശം അണുക്കൾ നിറഞ്ഞ ഒരു വിയർപ്പോ അല്ലെങ്കിൽ നശിക്കുന്ന കോശങ്ങളാണെങ്കിൽ അത് തിന്നാൻ വേണ്ടി പുറത്തുള്ള ബാക്ടീരിയകളും കൂടെ വരുമ്പോഴാണ് നമുക്ക് ചൊറിച്ചിലുണ്ടാകുന്നത്. പലപ്പോഴും ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ സ്കിന്നിന്റെ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ, സ്കിന്നിന്റെ ഡോക്ടർ ഒരിക്കലും, ഞാനും പോയിട്ടുണ്ട്, എനിക്കും സ്കിന്നിലാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. സ്കിന്നിന്റെ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ അദ്ദേഹം എന്നെ ലിവറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഇനി 1.5 കൊല്ലം ഇത് സ്കിന്നിന് മെഡിസിൻ എടുക്കണം, എന്നാലും മാത്രമേ എൻ്റെ സ്കിന്നിന്റെ പ്രശ്നം മാറുള്ളൂ എന്ന് പറയുമ്പോൾ ഇങ്ങനൊരു ഭക്ഷണത്തിലെ നിയന്ത്രണമോ അല്ലെങ്കിൽ എൻ്റെ ലിവറിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ട്, എനിക്ക് പ്രത്യക്ഷത്തിൽ ഗ്യാസോ നെഞ്ഞിരിച്ചിലോ അങ്ങനെ ഒന്നും അല്ലാത്ത ഒരാളാണ്. നമ്മളെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ലിവറിന്റെ പ്രശ്നത്തിലാണ് സ്കിന്നിന് പ്രശ്നം വരുന്നതെന്ന്. അപ്പം ഞാൻ ലിവറിന് നിർത്താതെ ഇന്നലെ രാത്രി വരെയും കഴിച്ചുകൊണ്ടിരുന്ന ഒരു പ്രൊഡക്റ്റാണ്. എന്തെങ്കിലും മറന്നു പോയിട്ടല്ലാതെ ഞാനത് നിർത്തി വെക്കൂല. അത്രയും ഞാനത് ഇഷ്ടപ്പെട്ടുകൊണ്ട് കഴിക്കുന്ന ഒരാളാണ്. അപ്പം നമ്മൾ അസിഡിറ്റി ആയി കിടക്കുന്ന രക്തത്തിൽ അസിഡിറ്റി ആവാൻ കാരണം ഈ പറഞ്ഞ പോലെ ഈ ഉറക്കമില്ലായ്മ, പിന്നെ ഈ ഭക്ഷണത്തിലൂടെ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ ലിവറിന് നിർമ്മാർജ്ജനം ചെയ്തിട്ടും ലിവറിന് പറ്റാതെ, അതായത് ഭക്ഷണം വിഘടിപ്പിക്കുമ്പോൾ ലിവർ വയറ്റിലേക്ക് ഒരു ഇത് കൊടുക്കണം, ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. അത് നമ്മൾ ഏതാണോ ഭക്ഷണം കഴിക്കുന്നതെന്ന്, നമ്മളിപ്പം ഒരു ബിരിയാണി കഴിക്കാൻ പോവുകയാണെങ്കിൽ തലച്ചോറ് ലിവറിൻ്റെ അടുത്ത് പറയും ഇവർ ബിരിയാണി കഴിക്കാൻ പോവുകയാണ്. അപ്പം ഹൈഡ്രോക്ലോറിക് ആസിഡ് അതിൻ്റെ pH ലെവൽ തന്നെ 1:3. ഏറ്റവും കൂടുതൽ pH എന്താ പറയുക, ആസിഡ് കൂടിയ ഒരു അവസ്ഥയിലാണ് അതിനെ നമുക്ക് ശരീരം ദഹിപ്പിക്കാൻ ഒരുങ്ങുക. അതുകൊണ്ടാണ് ഈ നോൺ വെജിറ്റേറിയൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾ വെജിറ്റേറിയനിലേക്ക് മാറിക്കഴിഞ്ഞാൽ മെന്റലി അവർക്ക് കഴിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. അന്നേരം അവരെന്ത് ചെയ്യും, കഴിച്ചാൽ എനിക്ക് പറ്റൂല. പക്ഷെ കഴിക്കണം എന്ന് ആഗ്രഹിച്ച് കഴിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡ് അത്രയും ഉൽപ്പാദിപ്പിച്ച് ആമാശയത്തിലെത്തിയിട്ടുണ്ടാവും. എന്നിട്ട് പിന്നെ വെജിറ്റേറിയൻ കഴിക്കാതെ നോൺ വെജിറ്റേറിയൻ കഴിച്ച് പോരുമ്പോൾ ആ ആസിഡ് പിന്നെ അവിടെ കൂടിക്കിടക്കുകയാണ്. എന്നുവെച്ചാൽ കൂടുതലായി ബുദ്ധിമുട്ടിലേക്ക് പോകും. അപ്പം അങ്ങനെയൊന്നും
ഇല്ലാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, ആഗ്രഹിച്ച സാധനങ്ങൾ കുറച്ചെങ്കിലും കഴിക്കുക എന്നുള്ളതും ഡോക്ടർമാർ തന്നെ പറയുന്നൊരു കാര്യമാണ്. കുറച്ച് കഴിക്കുക. പിന്നെ അത് നമുക്ക് ലിവറിനെ എന്താ പറയുക, പിന്നെ ഒരു ബുദ്ധിമുട്ട് തന്നെ ആസിഡിറ്റി ഉള്ള രക്തക്കൊഴലിലൂടെ സഞ്ചരിച്ചാൽ ലിവറിന് ഡാമേജ് വരുമ്പോഴാണല്ലോ അസിഡിറ്റി ആകുന്ന. അപ്പം രക്തക്കൊഴലിന് തേയ്മാനം ഉണ്ടാക്കും. കൂടുതൽ തേയ്മാനം ഉണ്ടാക്കാതിരിക്കാൻ ലിവർ കൊളസ്ട്രോളിനെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കും. അത് ഫാറ്റി ലിവറായിട്ട് മാറും. അസിഡിറ്റി എല്ലിൽ നിന്ന് കാൽസ്യത്തിനെ അലിയിച്ച് ബ്ലഡിലേക്ക് കൊണ്ടുവരും. ഇത് കൊളസ്ട്രോളും കൂടെ ആകുമ്പോൾ എന്താ പറയുക, ബ്ലോക്ക് വരും. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ലിവർ ഗെയിന് കഴിക്കുക. ലിവർ ഗെയിന് നമുക്കറിയാം, അതിൽ അടങ്ങിയിരിക്കുന്ന രേവച്ചീനി, പിന്നെ കാലമേഘം, പിന്നെന്താ ഒരു കിയാർനെല്ലി നമുക്ക് നേരത്തെ അറിയുന്ന ഒരു കാര്യമാണ്. പിന്നെ കിയാർനെല്ലി ഈ മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ നേരത്തെ ഇളനീറ്റിൽ കുതിർത്ത് വെച്ച് രാവിലെ ഈ രോഗികൾക്ക് കൊടുക്കുമ്പോൾ അന്നത് മതിയായിരുന്നു. ഒരു മഞ്ഞപ്പിത്തമൊക്കെ മാറാൻ ഒരുവിധം അതിന് ഒരു കഴിവുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ മഞ്ഞപ്പിത്തം എന്ന് പറയുമ്പോൾ ഫാറ്റി ലിവറും കൂട്ടിയുള്ള സമൂഹത്തിലേക്ക് മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞപ്പോൾ അതിനൊന്നും ഒരു സ്ഥാനം ഇല്ലാണ്ടായി മാറി. ആ ആന്റിബയോട്ടിക് തന്നെ കൊടുത്തിട്ട് മാറുന്നുള്ളൂ എന്നൊരവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പം പിന്നെ രേവച്ചീനിയും കാലമേഘം എന്ന് പറഞ്ഞാൽ 70ഓളം നല്ല സൂപ്പർ ഹെർബുകൾ തന്നെ ഉണ്ട്. ഈ ലിവറിന്റെ ഫങ്ഷൻ റെഡിയാക്കാൻ വേണ്ടി 70ഓളം ഹെർബുകൾ ഉണ്ട് ആയുർവേദത്തിൽ. എന്നാൽ ഇതിൽ ഏറ്റവും സൂപ്പറായിട്ടുള്ള 3 ഹെർബുകളാണ് രേവച്ചീനി, കാലമേഘം, പിന്നെ ഒന്നും കൂടെ ഉണ്ടായിരുന്നു, എന്നോട് മറന്നുപോയി, നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും. അങ്ങനെ ഈ ഇത് മഞ്ഞപ്പിത്തം വരാതെ തടയാൻ, നമ്മളെ വിഷാംശങ്ങളെ നിർവീര്യം ചെയ്യാൻ, പിന്നെ ലിവറിന്റെ ഫങ്ഷൻ റെഡിയായി നിർത്താനൊക്കെ സഹായിക്കുന്ന ഏറ്റവും നല്ല. അതേസമയത്ത് നമുക്ക് കിയാർനെല്ലി നല്ലതാന്ന് വെച്ചിട്ട് പിന്നെ നമുക്കെന്നും അത് ഇടിച്ച് പിഴിഞ്ഞ് കുടിക്കാനൊന്നും പറ്റില്ല. അതിലൊരു ടോക്സിൻസ് ഉണ്ടാവും. ഹെർബുകളിലുള്ള ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് യൂറോപ്യൻ സ്റ്റാൻഡേർഡിൽ ഏറ്റവും നല്ല രീതിക്കാണ് നമ്മുടെ കയ്യിലെത്തുന്നത്. നിർഭയത്വത്തോടെ നമുക്ക് എന്നും കഴിക്കാൻ പറ്റുന്നത്. അപ്പം എന്നും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ലിവറിനെ പെർഫെക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിത് കഴിച്ച് കഴിയുമ്പോൾ ലിവറിനൊരു തളർച്ച വരാതെ നമുക്ക് സംരക്ഷിച്ചു കൊണ്ടുപോകാൻ പറ്റും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ വയറ്. ഇപ്പം ഭക്ഷണം വയറിലേക്ക് എത്തുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപാദനം നടക്കും എന്നുള്ളത്. അപ്പം എത്ര ഹൈഡ്രോക്ലോറിക് ആസിഡ് വേണമെന്നുള്ളത് ലിവറിനും തലച്ചോറിനും കൺഫ്യൂഷൻ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വേവിച്ച ഭക്ഷണത്തിൻ്റെ കൂടെ വേവിക്കാത്ത ഭക്ഷണം കഴിക്കാതിരിക്കുക. കാരണം വേവിക്കാത്ത ഭക്ഷണത്തിന് ഒരളവിലും വേവിച്ച ഭക്ഷണത്തിന് ഒരളവിലും വെജിറ്റേറിയൻ ആണെങ്കിൽ ഒരളവിലും. അപ്പം പയറ് വർഗ്ഗങ്ങളും മാംസവും ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഉൽപാദനം കൂട്ടും. അതേസമയത്ത് നമ്മൾ ചോറും പച്ചക്കറിയാണെങ്കിൽ അത്ര തന്നെ വേണ്ട, ഫ്രൂട്ട്സ് ആണെങ്കിൽ അത്രയും വേണ്ട. പിന്നെ നേരത്തെ ഭക്ഷണം കഴിക്കുക. നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് ഒരു 7-7:30 മണിയാകുമ്പോഴത്തേക്ക് രാത്രി ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങുമ്പോൾ നമുക്ക് ഈ ഇതൊക്കെ വീടിച്ച് ചെറുകുടലിലേക്ക് എത്തി അത് ബാക്ടീരിയകളും ഒക്കെ ഭക്ഷിച്ച് അത് മിനറൽസും വിറ്റാമിൻസും ആക്കി നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനം മുതൽ എല്ലാ ഗ്ലാൻഡുകളുടെയും പ്രവർത്തനത്തിന് പിന്നെ അതിനെ പെർഫെക്റ്റ് ആവാൻ വേണ്ടി ശരീരത്തിന് കിട്ടുന്ന സമയമാണ് രാത്രി നേരം വെളുക്കുന്നവരെയുള്ള ഒരു സമയം. അപ്പം കഴിയുന്നത്രയും നമ്മളൊക്കെ അങ്ങനെ ശീലിച്ചാൽ നമ്മുടെ മക്കൾ ആ ശീലത്തിലേക്ക് വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. കാരണം ഞാൻ എൻ്റെ ശരീരത്തിനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ എൻ്റെ മക്കൾക്കാണ് എൻ്റെ ജീന് കൂടുതലായിട്ട് വരാൻ പോകുന്നത്. അപ്പം നമ്മൾ തലമുറകളായിട്ട് ഇങ്ങനെ രോഗത്തിനെ മാറ്റി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചെറിയ കുട്ടികൾ രോഗത്തിലേക്ക് വരുന്നതിൻ്റെ കാരണം മാതാപിതാക്കളുടെ ജീനിൽ 40% 90 ട്രില്യൺ കോശങ്ങൾ കൊണ്ട് സൃഷ്ടിച്ച ശരീരത്തിലെ 40 ട്രില്യൺ കോശങ്ങൾ രക്ഷിതാക്കളിൽ നിന്ന് കിട്ടുന്നതാണ്, മാതാപിതാക്കളുടെ ജീനാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 60 ട്രില്യൺ കോശങ്ങൾ, മില്യൺ അല്ല ട്രില്യൺ ആണ്, ട്രില്യൺ കോശങ്ങൾ ബാക്ടീരിയൽ കോശങ്ങളാണ്. അപ്പം നമ്മുടെ ശരീരം നല്ല രീതിക്ക് നിലനിർത്തി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ തലമുറ നന്നായി നിലനിൽക്കുള്ളൂ എന്നുള്ളതാണ് ഒരു പ്രധാന കാരണം. പിന്നെ വയറ്റിലേക്ക് എത്തിയ ഭക്ഷണത്തിനെ വിഘടിപ്പിക്കാൻ വേണ്ടി ഹൈഡ്രോക്ലോറിക് ആസിഡ് കൃത്യമായിട്ട് ഉൽപ്പാദിപ്പിക്കണം. നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന എന്താണ് ഈ തെറ്റായ രീതികളെ പരമാവധി എന്നും ആവർത്തിക്കുമ്പോൾ മാത്രമേ അതൊരു വലിയ തെറ്റായിട്ട് മാറൂ. എന്തെങ്കിലും ഫാസ്റ്റ് ഫുഡ് കഴിച്ച്
അല്ലെങ്കിൽ ഒരിക്കൽ പിന്നെ ഒരു പാലും പുളിയും അടങ്ങിയ ഒരു ഷേക്ക് കുടിച്ചെന്ന് വെച്ചിട്ടൊന്നും നമ്മുടെ ശരീരത്തിന് ഒന്നും സംഭവിക്കാൻ പോകില്ല. പക്ഷെ ഒരു തെറ്റ് സ്ഥിരമായിട്ട് ആവർത്തിക്കുമ്പോൾ മാത്രമേ വിരുദ്ധാഹാരത്തിന്റെ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ശരീരം കാണിക്കുള്ളൂ. പിന്നെ പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ആമാശയത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ കാരണം തന്നെ നല്ല ശക്തമായ ഒരു കവചവും ദൈവം ആമാശയത്തിന് വെച്ചിട്ടുണ്ട്. ഈ കവചത്തിന് സുഷിരങ്ങൾ ഉണ്ടാക്കാനും കവചത്തിന്റെ ഒരു ബലം നഷ്ടപ്പെടുത്താനും കാരണമായ ഒരു സാധനമാണ് ഈ പനിക്ക് ഉപയോഗിക്കുന്ന പെനഡോളും പാരസെറ്റമോളും. കുഞ്ഞുമക്കൾക്കെല്ലാം സിറപ്പ് കൊടുക്കും. നമ്മൾ കുത്തിവെക്കാൻ പോയാൽ അവര് 500 തന്നെ ഗുളിക തന്നെ തരിക. 4 6 കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ തരുമ്പോൾ തൽക്കാലം പനിക്ക് ആശ്വാസം കിട്ടുമെങ്കിലും നമ്മളെ ആമാശയത്തിന് ചെറിയ തോതിലുള്ള ഡാമേജ് ഉണ്ടാക്കാനാണ്. ഇപ്പൊ കൂടെ പനി വരുന്നൊരു കുട്ടികളാണെങ്കിൽ നമ്മൾ നല്ലതായി ശ്രദ്ധിക്കണം. ഈ പാരസെറ്റമോള് ഞാനൊക്കെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ പനിച്ച് അങ്ങ് ബോധം കെട്ടുപോയാലും എൻ്റെ ഒപ്പം ഡോക്ടർ എഴുതുണ്ട് 3 ദിവസം കഴിയട്ടെ എന്ന് പറയും. 3 ദിവസം കഴിയുമ്പോഴത്തേക്കും മിക്കവാറും പനി മാറിയിട്ടുണ്ടാവും. എൻ്റെ ഇപ്പൊ 15 വയസ്സിലെടുക്ക് എനിക്ക് ഒന്ന് പനിച്ചിട്ട് ആകെയിൽ 2 പ്രാവശ്യം ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളൂ. അത്രയും ഒരു പ്രാവശ്യം പോലും ഇപ്പൊ നാടൻ എന്തെങ്കിലും കുറുക്കോ കഷായങ്ങളോ എന്തെങ്കിലുമൊക്കെ തന്ന് അത് മാറ്റാൻ ശ്രമിക്കും. എന്നിട്ട് മാറിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം പെനഡോൾ തരും. ഡോക്ടറെ അടുത്ത് പോയിട്ട് ഒരു പ്രാവശ്യം തരുള്ളൂ. കുറച്ച് വിദ്യാഭ്യാസമൊക്കെ ഉള്ള കാരണം ഇപ്പൊ അത് നല്ലോണം ശ്രദ്ധിച്ചിരുന്നു. എന്നിട്ട് പോലും ഞാൻ ഇങ്ങനെ ഒരവസ്ഥയിൽ എൻ്റെ ലിവറിന് ഡാമേജ് ആയി സ്കിന്നിന് പ്രോബ്ലം വരുന്നിടത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കളെ കാര്യം എന്താണെന്ന് നമ്മൾ നേരത്തെ ചിന്തിച്ചു തുടങ്ങണം. മക്കളും എന്താവും എന്നുള്ളത്. അപ്പൊ ശാസ്ത്രം ഇത്ര പുരോഗമിച്ചോട്ടെ, എന്തായിക്കോട്ടെ, രോഗികളുടെ എണ്ണം കൂടുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ആരോഗ്യത്തിനെ കറക്റ്റ് ചെയ്യാൻ ഞാൻ അടക്കം ഇതെന്നെ ബോധ്യപ്പെടുത്താനാണ് കൂടുതലായിട്ടും ഞാൻ അറിവിന്റെ കടുപ്പത്തിലല്ല, പറഞ്ഞിട്ട് പഠിക്കുക എന്നുള്ളതും കൂടെ ഉണ്ടല്ലോ. അപ്പൊ ഈ ആമാശയത്തിലെ ദഹനം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ കൃത്യമായിട്ട് വയറ്റിൽ നിന്ന് പോവാതെ ഒരിക്കും വിശക്കും. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അത് ഈ ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടിയിട്ട് അരഞ്ഞ് അത് പിന്നെ പേസ്റ്റ് രൂപത്തിൽ ചെറുകുടലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആമാശയം കാലിയായി. ആമാശയം കാലിയാകുമ്പോൾ നമുക്ക് വിശപ്പ് അനുഭവപ്പെടും. പക്ഷേങ്കിൽ നമുക്ക് വയറ്റിൽ നിന്ന് മര്യാദയ്ക്ക് പോകുന്നുണ്ടാവില്ല. അപ്പൊ 22 മീറ്റർ നീളം ഉണ്ടാവും ചെറുകുടൽ എന്ന് പറഞ്ഞാൽ. ഈ അരഞ്ഞ സാധനങ്ങളൊക്കെ ചെറുകുടലിൽ എത്തിയിട്ട് വേണം നമ്മുടെ ശരീരത്തിലേക്ക് അതിന്റെ മിനറൽസ് ഒക്കെ എത്തി കിട്ടാൻ. അപ്പൊ നമ്മള് കഴിക്കുമ്പോൾ കയ്യിൽ പറ്റിയ ബാക്ടീരിയ ഭക്ഷണത്തിന്റെ കൂടെ ഉമിനീരിലേക്ക് വായിലെത്തുമ്പോൾ ഉമിനീര് അത് കുറെ നശിപ്പിക്കാൻ ശ്രമിക്കും. അവിടുന്ന് നശിക്കാത്തത് വയറ്റിലേക്ക് എത്തും. വയറ്റിലേക്ക് എത്തിക്കഴിയുമ്പോൾ എങ്ങനെ വന്നാലും ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിന് അതിനെ നശിപ്പിക്കും. അവിടെയും കൂടെ നശിക്കാത്ത എന്തെങ്കിലും ഉണ്ട്. കാരണം ഈ ആസിഡിന് പിന്നെ ആസിഡിക്ക് ഡോക്ടറെ അടുത്ത് പോയിട്ട് ഗുളിക വാങ്ങി കഴിക്കുമ്പോൾ ഈ ആസിഡിന്റെ ഉൽപാദനത്തെ കുറക്കും എന്നാ പറയുന്നത് കേൾക്കുന്നത്. എനിക്കത് നല്ല കൃത്യമായിട്ട് അറിയില്ലെങ്കിലും അങ്ങനെയാ കേൾക്കുന്നത്. ഉൽപാദനത്തിന് കുറക്കും. അപ്പൊ നമുക്ക് ഈ ബുദ്ധിമുട്ട് കുറച്ചില്ലാണ്ടായിരിക്കും. അപ്പൊ ആസിഡിന്റെ ഉൽപാദനത്തിന് കൃത്യമായിട്ട് ഒരു ലെവലിലേക്ക് ശരീരത്തിന് അറിയാം ഓരോന്നിനും ഇത്ര വേണമെന്നുള്ളത്. അതില്ലാതെ എപ്പോഴും കുറഞ്ഞ രീതിക്കാകുമ്പോൾ ഈ ബാക്ടീരിയനെ തടയാനുള്ള കഴിവ് ആമാശയത്തിന് ഇല്ലാതെ പോകും. അപ്പൊ അത് നേരെ ഭക്ഷണത്തിലെ കൂടെ ചെറുകുടലിൽ എത്തിപ്പെടും. ചെറുകുടലിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അത് അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ മറ്റേ ബാക്ടീരിയനാകും. അപ്പൊ നമ്മൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു പാലിൽ നമ്മൾ തൈര് ഉറയൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ആദ്യം 1-ാമത്തെ ദിവസം പിറ്റേന്ന് നോക്കിയാൽ നമുക്ക് പാകത്തിന് പുളിപ്പുള്ള നല്ല തൈര് കിട്ടും. ഒരു ബാക്ടീരിയനെ മാത്രമേ നമ്മൾ നിക്ഷേപിച്ചിട്ടുള്ളൂ. അത് 2-ാമത്തെ ദിവസം ആകുമ്പോൾ ബാക്ടീരിയ ഒന്നും കൂടെ കൂടി പുളി കൂടും. 3-ാമത്തെ ദിവസം ആകുമ്പോൾ ഒന്നും കൂടെ പുളിച്ച് നമുക്ക് അത്ര ഇഷ്ടപ്പെടാത്ത രുചിയിലേക്ക് പോകും. 4-ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് അതേ ബാക്ടീരിയ തൈരിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കൊണ്ടുവരും. 5-ാമത്തെ ദിവസം ആകുമ്പോൾ നമുക്കത് കാണാനും മണക്കാനും ഇഷ്ടപ്പെടാത്തൊരവസ്ഥയിൽ ഒരേ ബാക്ടീരിയന്റെ മാറ്റമാണ് സംഭവിക്കുന്നത്. അതുപോലെ ഈ ആമാശയത്തിലൂടെ നമ്മളെ ശരീരത്തിൽ നിന്ന് ചെറുകുടലിലേക്ക് കിടക്കുന്ന ബാക്ടീരിയ അവിടെ എങ്ങാനും കോളനി കൂട്ടാൻ അവസരം കിട്ടിക്കഴിയുമ്പോൾ ഇതിന്റെ രൂപം മാറ്റം വരും. ബാക്ടീരിയ എപ്പോൾ അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇനിയിപ്പോ ഇത് കോവിഡ് വന്നപ്പോ ഡോക്ടർമാരും സയന്റിസ്റ്റുകളൊക്കെ പറഞ്ഞില്ലേ, കുറച്ചു കാലങ്ങൾ കഴിയുമ്പോൾ ഇത് രൂപമാറ്റത്തിലൂടെ ഇത് അതിലും ശക്തമായിട്ട് തിരിച്ചു വരുന്നുള്ളത്. ബാക്ടീരിയ എപ്പോൾ അങ്ങനെയാ മാറിക്കൊണ്ടേയിരിക്കും. ഈ പഴങ്ങളൊക്കെ വാഴക്കൊലയൊക്കെ മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ കൊത്തി വീട്ടിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയയുടെ പ്രവർത്തനം കൊണ്ടാണ് അത് പഴുപ്പിലേക്ക് മാറുന്നത്. അതുപോലെ ഈ ബാക്ടീരിയ നമ്മൾ മീനൊക്കെ മുറിച്ചിട്ട് ഒരു കഷ്ണം അവിടെ സിങ്കിലെവിടെയെങ്കിലും ബാക്കിയായി പോയാൽ 2 ദിവസം കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്
ചെറുകുടൽ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ചെറുകുടൽ ഉണ്ടാണ്ട് പ്രോബാക്ടീരിയ, കോടിക്കണക്കിന് പ്രോബാക്ടീരിയ ചെറുകുടൽ ഉണ്ടാവാൻ വേണ്ടി നമുക്ക് ഭക്ഷണത്തിലൂടെ സാധിച്ചില്ലെങ്കിൽ അനുഗ്രഹീതമായ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് പ്രോബയോട്ടിക് ബാക്ടീരിയ, പ്രോബയോട്ടിക് ക്യാപ്സ്യൂൾ. അപ്പോൾ ഒരു ക്യാപ്സ്യൂൾ കഴിക്കുമ്പോൾ തന്നെ 1,10,00,000 ബാക്ടീരിയ നമ്മുടെ ചെറുകുടലിൽ നിക്ഷേപിക്കപ്പെടും. അപ്പം നമ്മൾ അവിടെ ആവശ്യമുള്ള ആൾക്കാർ ഒരു ഭടന്മാരെ പോലെ അവിടെ എപ്പോഴും തയ്യാറായി നിൽക്കുമ്പോൾ അവരവിടെ ആരെയും കുഴഞ്ഞു വിട്ടാൻ സമ്മതിക്കൂല, അവിടെ നിർമ്മാർജ്ജനം ചെയ്യാൻ അവർക്കറിയാം. അപ്പൊ ഇത് നമുക്ക് വയറ് നിറഞ്ഞ ഫീലിങ്ങോ അല്ലെങ്കിൽ ഗ്യാസ് പോലെ തോന്നുമ്പോൾ എല്ലാം ലിവറിന്റെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കാതെ അത് ലിവറിന്റെ കൂടെ നമ്മൾ ഇമ്മ്യൂണോതെറാപ്പി ആവശ്യമില്ലെങ്കിലും പ്രോബയോട്ടിക് നിർബന്ധമായിട്ട് കഴിക്കാൻ ശ്രമിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഡോക്ടർമാരെ ഒരു പഠനത്തിലൂടെയുള്ള റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പ്രോബയോട്ടിക് ബാക്ടീരിയ മനുഷ്യ ശരീരത്തിൽ വളരെ കുറവാന്നുള്ളൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഒന്നും പേടിക്കേണ്ട, നമ്മൾ പ്രോബയോട്ടിക് ബാക്ടീരിയ ഫുഡ് കഴിച്ച ഉടനെ എടുത്ത് കഴിച്ച് ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൂടെ കഴിച്ച് കഴിയുമ്പോൾ ഡെയിലി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 1,10,00,000 ബാക്ടീരിയനെ അപ്ലൈ ചെയ്യാൻ പറ്റും നമുക്ക് ഒരെണ്ണം കഴിച്ചാൽ തന്നെ. അപ്പൊ നമ്മൾ ഒരു ബോട്ടിൽ കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് എത്ര ബാക്ടീരിയ നിക്ഷേപപ്പെടുന്നുണ്ടെന്ന് നോക്കണം. പിന്നെ ഒരു ചെറുകുടലിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ 5 മീറ്റർ നീളമുള്ള വൻകുടലിൽ വേസ്റ്റ് അങ്ങ് തള്ളി കഴിയുമ്പോൾ ഒരു താളത്തിലാണ് ചെറുകുടലും വൻകുടലും പ്രവർത്തിക്കുന്നത് തന്നെ. ഒരു ഹൃദയം ഉണ്ട് അതിന്, ഹാർട്ടിന് ഹൃദയമുണ്ട്, ലിവറിന് ഹൃദയമുണ്ട്, പ്രകൃതിക്ക് ഹൃദയമുണ്ട്. അതുപോലെ കുടലും ഒരു ഹൃദയത്തിൽ സർക്കുലേഷൻ ചെയ്യുന്ന ബ്ലഡും എല്ലാത്തിനും ഒരു താളം വെച്ചിട്ടുണ്ട്, ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പൊ ആ താളത്തിന് വ്യതിയാനം സംഭവിക്കുമ്പോൾ ആ ഹൃദയത്തിന്റെ ഒരു താളത്തിന്റെ അനുസരിച്ചാണ് മല ഇങ്ങനെ തള്ളി നീങ്ങേണ്ടത്. അപ്പൊ അതിനുണ്ടാകുന്ന ഒരു മാറ്റം നമ്മളെ മലത്തിനെ പുറന്തള്ളാനുള്ള ബുദ്ധിമുട്ടാകും. കൃത്യമായിട്ട് മലം പുറന്തള്ളാതിരിക്കുമ്പോൾ കുടലത് എവിടെയെങ്കിലും ഉണങ്ങിക്കിടന്ന് ഒരു മലദ്വാരത്തിന്റെ അടുത്തൊരു ബുദ്ധിമുട്ടായി കഴിയുമ്പോൾ അതിന്റെ ബേക്കിലേക്ക് വരുന്ന മലങ്ങളൊക്കെ അവിടെ കെട്ടിക്കിടക്കും. അതെല്ലാം അവിടെ ബാക്ടീരിയ ഓവർ ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ ഈ ബാക്ടീരിയ പതുക്കെ ചെറുകുടലേക്ക്, കാരണം ചെറുകുടൽ നല്ല നീളം 22 മീറ്റർ നീളമുള്ള സാധനമല്ല, സെന്റിമീറ്റർ നീളമുള്ള ഈ ചെറുകുടലിൽ ഇഷ്ടംപോലെ സ്ഥലം കാണുമായിരിക്കും. അപ്പൊ അവിടെ നമ്മൾ പ്രോബാക്ടീരിയ നിക്ഷേപിച്ചില്ലെങ്കിൽ ഇത് മെല്ലെ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്ന് അവിടെ ആധിപത്യം സ്ഥാപിച്ചിട്ട് ഈ ചെറുകുട ബാക്ടീരിയ മൊത്തമായിട്ട് അങ്ങ് നശിപ്പിക്കുമ്പോൾ നമ്മൾ ഇനി ഓർഗാനിക് ഫുഡ് തന്നെ നേരം വെളുത്ത് രാത്രി വരെ ഓർഗാനിക് ഫുഡ് മാത്രം കഴിച്ചിട്ട് ഒരു കാര്യമില്ല, നമ്മൾ എത്ര തന്നെ ശ്രദ്ധിച്ചിട്ടും കാര്യമില്ല. കാരണം ഇവര് നമ്മളെ ശരീരത്തിന് വേണ്ടി വിറ്റാമിൻസും മിനറൽസും ശരീരത്തിന് എത്താനും തലച്ചോറിന്റെ പ്രവർത്തനത്തിന് എല്ലാം തകരാറിലാക്കാൻ ഇവര് മതി. ഈ മോശം ബാക്ടീരിയ ഉണ്ടായാൽ മതി. അപ്പൊ ഡോക്ടർമാർ ഈ സിബോ ഉണ്ടോ അല്ലെങ്കിൽ IBS ഉണ്ടോ ഇതൊന്നും നമ്മൾ നോക്കാൻ പാടില്ല. നമുക്ക് ഇഷ്ടം പോലെ എന്ത് ചെയ്യാം, ഈ ലിവഗൈന് കഴിക്കാം, അത് കഴിഞ്ഞ് ഇമ്മ്യൂണോതെറാപ്പി കഴിക്കാം. ഇമ്മ്യൂണോതെറാപ്പി കഴിച്ചാൽ കണ്ണിന്റെ കാഴ്ചശക്തി കൂടും, പിന്നെ ആന്റി ഓക്സിഡന്റും കൂടി എല്ലാം അടങ്ങിയിട്ടുണ്ട് അതിൽ. അതിന്റെ കൂടെ പ്രോബയോട്ടിക്കും കൂടെ കഴിച്ച് ഇനി അതല്ല അത് ഇപ്പം നമുക്ക് അടുത്തായിട്ട് കമ്പനി ഇറക്കിയ ഒരു പ്രൊഡക്റ്റാണ് പിന്നെ ഇത് ഫുൾ ആൻഡ് ഈസി. ഈ വൻകുടലിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യാൻ ഏറ്റവും നല്ല ഒരു പ്രൊഡക്റ്റ് അത്. അതിലും കടുക്ക, താണിക്ക, നെല്ലിക്കേണ്ട എക്സ്ട്രാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ ഈ എന്താ പറയാ തെനത്തവിട് അങ്ങനെ കുറെ സാധനങ്ങൾ ഒക്കെ എന്താ പറയാ ഈ സ്വർണ്ണപത്രി എന്ന് പറഞ്ഞിട്ടൊക്കെ ഉള്ള അരിസാർ പറയുന്നൊക്കെ അത് നമ്മൾ വൈകുന്നേരം ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കി ഉടനെ അത് കഴിച്ച്, അതുകൂടാതെ ഒരു ഗ്ലാസ് വെള്ളം കൂടെ അതിൻ്റെ കൂടെ കുടിച്ച് അങ്ങനെ 3 ദിവസം കഴിഞ്ഞ് വന്നാൽ മാത്രമേ നമ്മളെ മലം, അതും ലൂസ് മോഷൻ ആയിട്ടൊന്നുമല്ല, സാധാരണ രീതിയിൽ തന്നെ മലത്തിന് വെളി കളയാൻ, കുടല് ക്ലീൻ ചെയ്യാനുള്ളൊരു കഴിവ് ആ പ്രൊഡക്റ്റിനുണ്ട്. അപ്പൊ ആദ്യം ഇപ്പൊ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു അസുഖത്തിന് കൊടുക്കുകയാണെങ്കിൽ കിഡ്നീന്റെ ഒരു ബുദ്ധിമുട്ട്, പിന്നെ ലിവറിന് ബുദ്ധിമുട്ടുള്ളവരെല്ലാം കിഡ്നീന്റെ ഒരു ടാബ്ലറ്റോ സിറപ്പോ എന്തായാലും കഴിച്ചിരിക്കണം. കാരണം ലിവർ സിറോസിസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളെ ലിവറിനൊന്നും മതിയാവില്ല, അതിന് ഡോക്ടറെ തന്നെ പോകണം. നമ്മൾ ഫാറ്റി ലിവർ കേട്ടാലും മാത്രം കൊടുത്താൽ മതി. കാരണം സിറോസിസ് ഉള്ളിടത്തിൽ നമ്മൾ ഈ ലിവറിന് കഴിക്കുമ്പോൾ അവർക്ക് കൂടുതൽ ദഹന പ്രക്രിയ തകരാറിലാകുന്ന ഒരവസ്ഥയും വയറ് വീർക്കുന്ന ഒരു ഇതൊക്കെ പറയുന്നുണ്ട്. കാരണം അഞ്ജിത മാഡത്തിന്റെ ക്ലാസ്സിലും പറഞ്ഞാൽ സിറോസിലേക്ക് പോയാൽ നമ്മളത് നോക്കേണ്ടത് ഡോക്ടർമാർക്കുള്ളതാന്ന് പറയും. ഫാറ്റി ലിവർ കാണുമ്പോൾ നമ്മൾ
ഈ ലിവഗൈന് കൊടുത്തു കഴിയാ. അന്ന് അത് കഴിഞ്ഞ് ലിവർ കിഡ്നി വഴിയാണല്ലോ മാലിന്യങ്ങളെ പുറന്തള്ളേണ്ടത്. അപ്പൊ കിഡ്നീന്റെ ലിവർ ഡാമേജ് ആയിരിക്കുമ്പോൾ കിഡ്നിക്കും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് തന്നെ ഒരു കസ്റ്റമർ അടുത്തോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ അടുത്ത് ആരടുത്ത് പറയാനാണെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ കിഡ്നിക്ക് വേണ്ടിയിട്ട് കഴിക്കണം. മൂത്രക്കല്ലോ പിന്നെ ഇൻഫെക്ഷനോ മാത്രം നോക്കിയാൽ പോരാ. കാരണം ഈ മാലിന്യമുള്ള രക്തത്തിന് അരിച്ചരിച്ച് മൂപ്പർ കുറച്ച് തളർന്നിട്ടുണ്ടാകും. നമ്മൾ നോക്കിയാൽ മതി, ചായ അരിക്കുന്ന അരിപ്പേനെ ശ്രദ്ധിച്ചാൽ മതി. എന്നും ചായ അരിക്കുന്ന അരിപ്പ് നന്നായിട്ട് വൃത്തിയാക്കി ഡെയിലി വെച്ചിട്ടില്ലെങ്കിൽ അരിപ്പേന്റെ കണ്ണൊക്കെ അടഞ്ഞിട്ടുണ്ടാവും. അതുപോലെ കിഡ്നിയിലെ അരിപ്പുകളുടെ എല്ലാം ഇങ്ങനെ അടഞ്ഞു നിൽക്കുന്ന സമയത്ത് യൂറിക് ആസിഡ് കൂടും, പിന്നെ എന്താ പറയാ ക്രിയാറ്റിന് കൂടും. ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ വരും. കിഡ്നി പോവാണ്ടിരിക്കാൻ, ഡാമേജ് അല്ല മാലിന്യങ്ങളെ മൂത്രം പോയി പുറന്തള്ളാൻ കിഡ്നി തന്നെ വേണമല്ലോ. അപ്പൊ രക്തം ശുദ്ധീകരിക്കാൻ കിഡ്നി ഇല്ലാണ്ടിരിക്കുമ്പോൾ എല്ലാം നമ്മൾ ഡയാലിസിലേക്ക് പോകുന്നത്. അങ്ങനെ അവസ്ഥയിലേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് എന്നെക്കാളും കൂടുതൽ അറിയുന്ന ആൾക്കാർ ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടെന്ന് അറിയാം. പക്ഷേങ്കിൽ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ പറയാൻ ശരിയായിരിക്കാം, ഒരു പക്ഷെ തെറ്റായിരിക്കാം. തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് എന്നും കൂടെ അപേക്ഷിക്കുന്നു. ഞാൻ എന്നും പറയുന്നത് 9ാം ക്ലാസ് വിദ്യാഭ്യാസം കൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത്. പിന്നെ എന്താ പറയാ, നമ്മളന്ന് മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാൻ പ്രകൃതിയെ നമുക്ക് ദൈവം തന്ന 4 മാർഗങ്ങളുണ്ട്. ഒന്ന് കഫത്തിലൂടെ, ഒന്ന് വിയർപ്പിലൂടെ, ഒന്ന് മലത്തിലൂടെ, മൂത്രത്തിലൂടെ. ഇങ്ങനെ മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള മാർഗങ്ങളൊക്കെ കുറെ അടഞ്ഞിട്ടുള്ളത്. എന്താ വെച്ചാല് ഈ വിയർപ്പിനെ പുറന്തള്ളാനുള്ള മാർഗങ്ങൾ ഇപ്പം കുറെ കുറഞ്ഞു പോയി. വിയർക്കാത്ത AC ഇരിക്കുന്ന ജോലികളും AC കാറുകളും നമ്മളെ നാട്ടിലും, നേരത്തെ ഗൾഫുകാരിലായിരുന്നു ഇങ്ങനത്തെ പ്രശ്നം, വിയർക്കാത്തൊരു പ്രശ്നം കൂടുതലും വന്നിരുന്നത്. നാട്ടിലേക്കും അത് വ്യാപിച്ചതെന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് അധ്വാനം കുറവാണ്. കുട്ടികൾക്ക് ക്ലാസ് റൂമിൽ പോലും ഫാനും AC-യും ഒക്കെ വരാൻ പോവാണ്. കാലാവസ്ഥയെ തീർക്കാൻ നമുക്ക് പറ്റുന്നില്ല. അത്രയും കാലാവസ്ഥ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ നമ്മൾ AC-നെ ആശ്രയിച്ചുകൊണ്ടിരിക്കും. നമ്മളെ വിയർപ്പിന്റെ സംവിധാനം അവിടെ ശരീരത്തിലെ മാലിന്യങ്ങൾ, വിയർപ്പിന് ഉപ്പ് രസമല്ല, പുളിയാണ് വിയർപ്പിന്. അപ്പൊ അത് കൃത്യമായിട്ട് രോമകൂപങ്ങളിലൂടെ പുറന്തള്ളപ്പെടുമ്പോൾ സ്കിന്ന് അതുപോലെ തന്നെ അകത്തേക്ക് ഒരു ബാക്ടീരിയ എടുക്കാതെ നോക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ചിന്തിച്ചാലൊന്നും എവിടെ എത്താത്ത അത്ഭുതങ്ങളാണ്. ദൈവത്തിന്റെ സൃഷ്ടിയിലുണ്ടായ അത്ഭുതങ്ങളാണ്. എത്ര ബാക്ടീരിയകളും ഉള്ളിലേക്ക് കിടക്കാതെ, അതായത് ഉള്ളിലുള്ള മാലിന്യങ്ങളെ എല്ലാ രോമകൂപങ്ങളിലൂടെയും വെളിയിലേക്ക് തള്ളാനും കഴിവുള്ള ഒരു സ്കിന്ന്. അതിനെ പെർഫെക്റ്റ് ചെയ്ത് വെക്കണമെങ്കിൽ നമ്മുടെ ലിവർ റെഡി ആയിരിക്കണം. പിന്നെ നമ്മുടെ ഭക്ഷണം, നമ്മുടെ ഉറക്കം എല്ലാം കൃത്യമായിരിക്കണം. പിന്നെ അതുകൂടാതെ മലവും മൂത്രം നന്നായിട്ട് വെളിയിൽ പോകാൻ വേണ്ടി നമുക്ക് ഈ ഇതെന്താ പറയാ, ബ്ലഡ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ബ്ലഡ് പ്യൂരിഫയർ കഴിക്കുമ്പോൾ അതിൽ നമ്മൾ പറയുന്നത് ഞെരിഞ്ഞിലൊക്കെ അടങ്ങിയാരണം. നന്നായിട്ട് മൂത്രം വെളിയിൽ പോയി തഴുതാമേ ഞെരിഞ്ഞിലൊക്കെ അടങ്ങിയാരണം. അപ്പൊ അസിഡിറ്റി ഉള്ളവർ ബ്ലഡ് ക്ലീൻ ചെയ്യാൻ നോക്കുക. പിന്നെ മൂത്രം നന്നായിട്ട് പുറത്തു പോകുന്നുണ്ടോ നോക്കുക. മലം കൃത്യമായിട്ടാണോ, മലത്തിന്റെ ആകൃതിയും, പണ്ടുള്ളവർ പറയും പിന്നെ ഒന്ന് തിരിഞ്ഞു നോക്കണമെന്ന് അറിയും കക്കൂസ് പോയി കഴിയുമ്പോൾ. അത് അവര് ഒന്നും പഠിച്ചിട്ടില്ല, അവർക്ക് പാരമ്പര്യമായിട്ട് അറിയുന്ന കുറച്ച് അറിവുകളുണ്ട്. അപ്പൊ അത് സത്യമാണ്. നമ്മുടെ രോഗത്തിന്റെ ലക്ഷണങ്ങൾ ആദ്യം കാണിച്ചു തുടങ്ങുക മലത്തിൽ തന്നെയാണ്. മലത്തിന്റെ വണ്ണം, ആകൃതി, നിറം എല്ലാം രോഗത്തിന്റെ അടയാളങ്ങൾ അതിൽ കാണിച്ചു തുടങ്ങും. ഒന്നത് ശ്രദ്ധിക്കുക. പിന്നെ കുടലും വയറും ക്ലീൻ ചെയ്തിടുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധപ്പെട്ട രോഗങ്ങൾ ഒന്നും നമ്മുടെ ശരീരത്തിലേക്ക് അടുക്കൂല. പിന്നെ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? ഈ മഞ്ഞപ്പിത്തം ഈ നാട്ടിനെ, ഒരുവിധം നാടിനെല്ലാം ഒന്ന് ഭയപ്പാടിലാക്കിയിട്ടുണ്ട് ശരിക്കും ഈ കഴിഞ്ഞ പ്രാവശ്യം. അടുത്ത വർഷം ഇതിലും കൂടുതൽ ശക്തമായിട്ട് തന്നെ അത് ഇനിയും വരും. അന്ന് നമ്മൾ എന്താ പറയാ, നമ്മളെ വീട്ടിൽ ലിവഗൈൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കുമ്പോൾ അത് കുറച്ചും കൂടി ജനങ്ങളിലേക്ക്, നിങ്ങൾ വിദ്യാഭ്യാസം ഇല്ലാതെ നിങ്ങൾ ഇതും കൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഡോക്ടർമാരെന്തിനൊക്കെ അവർ ചോദിക്കും. പക്ഷെങ്കിൽ നമ്മൾ രോഗികളെ ചികിത്സിക്കാനുള്ളവരല്ല, രോഗം വരാതെ സംരക്ഷിക്കാനുള്ളവരാ. ഓരോ അവയവത്തിനെ എങ്ങനെ സംരക്ഷിക്കണമെന്ന് ഓരോരുത്തരുടെ തലച്ചോറിനും അറിയാം. അപ്പൊ ഇൻസുലിൻ എത്ര ഉൽപ്പാദിപ്പിക്കണമെന്നെല്ലാം കൃത്യമായി തലച്ചോറിനും അതൊന്ന് പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്കും, പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്ക് തൈറോയിഡിനെ നിലനിർത്തിക്കൊണ്ടുപോകാനാണ് അറിയാമെങ്കിൽ T3, THS, T4 ഒക്കെ കൃത്യമായിട്ട് നിലനിർത്താൻ പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്ക് പറ്റുമെങ്കിൽ ബീറ്റാ സെൽസിന് ഇൻസുലിന്റെ ഉൽപാദനത്തിന്
കൃത്യമാക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ തലച്ചോറാണ് അതിന്റെ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഊർജത്തിൽ നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടല്ല, 40% ഊർജം തലച്ചോറാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ തലച്ചോറ് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ തലച്ചോറ് ഡോക്ടറാ. ശരീരത്തിൽ എന്ത് ഏത് സമയത്ത് എങ്ങനെ നടക്കണം, എന്ത് ഉൽപ്പാദിപ്പിക്കണം, എന്ത് സൂക്ഷിച്ചു വെക്കണം. കാൽസ്യം ഒക്കെ ശരീരത്തിൽ 1000 മില്ലിഗ്രാം കാൽസ്യം ഡെയിലി രക്തത്തിലേക്ക് വേണ്ടു. ബാക്കി ഉള്ള കാൽസ്യത്തിനെ എല്ലിലും പല്ലിലും നഖത്തിലൊക്കെ പിടിച്ചു വെക്കാൻ തലച്ചോറിനറിയാം, ഇൻഫർമേഷൻ കൊടുക്കാൻ. ഈ ഒരു സംവിധാനത്തിൽ സൃഷ്ടിച്ച ദൈവം സൃഷ്ടിച്ച ഈ മനുഷ്യൻ എന്ന അത്ഭുത സൃഷ്ടി പിന്നീട് എങ്ങനെ ഇത്ര വലിയ രോഗത്തിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഇന്നത്തെ ശാസ്ത്രം വികസിച്ചിട്ടും മനസ്സിലാവാത്തൊരു കാര്യം അത്. ശാസ്ത്രലോകത്തിന്റെ മുമ്പിൽ ഈ രോഗങ്ങളൊക്കെ എല്ലാവരും തോൽപ്പിക്കുന്നതോ അല്ലെങ്കിൽ അതൊരു മാഫിയാണോ എന്നൊന്നും അത്ര ആധികാരികം പറയാനുള്ള വിവരമൊന്നും എനിക്കില്ലെങ്കിലും ഞാൻ മനസ്സിലാക്കിയത് അനുഗ്രഹീതമായ ഈ ഒരവസരത്തിലേക്ക് വന്ന നമ്മുടെ ശരീരത്തിന്, ഒരു മനുഷ്യ ശരീരത്തിന്റെ ഉള്ളിലുള്ള എല്ലാ എലമെന്റ്സും എടുത്തു വെച്ച് കണക്ക് കൂട്ടിയാൽ 1 കോടിക്കടുത്ത് വരും അതിന്റെ വില എന്ന് പറയുന്നത്. അപ്പൊ 1 കോടി പോട്ടെ, ഒരു 25 ലക്ഷത്തിന്റെ കാർ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക, അതിനെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ഓയിൽ ചേഞ്ചിങ് നടത്തും. പിന്നെ 4-5 സർവീസുകൾ കൃത്യമായിട്ട് നമ്മൾ നടത്തും. ഫസ്റ്റിൽ വാങ്ങിച്ച കാറ് ഇത്ര കിലോമീറ്റർ എത്തുന്നവരെ പതുക്കെ മാത്രം നമ്മൾ ഓടിക്കും. ഇതൊക്കെ ശ്രദ്ധിക്കുന്ന നമ്മൾ 1 കോടിക്കടുത്ത് വില പിടിക്കുന്ന നമ്മുടെ ശരീരത്തിനെ ശ്രദ്ധിക്കാൻ ഒട്ടും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തെങ്കിലും രോഗം വരുമ്പോൾ ഒരുപക്ഷെ ഇതിൽ വന്നത് കൊണ്ട് നമ്മൾ അടയാളങ്ങൾ കൊണ്ട് തിരിച്ചറിഞ്ഞ് വേഗം പ്രൊഡക്റ്റ് കഴിക്കാൻ തയ്യാറാവുമായിരിക്കും. പുറത്തെത്തിയാൽ പറയും ഇത്ര വിലയുള്ള സാധനം ഇങ്ങനെ കഴിക്കാനാ വില. ആ സമയത്ത് അതിനേക്കാളും വില കൂടുതൽ ഡ്രസ്സൊക്കെ അവർ ഇടുന്നുണ്ടാവും, ഫുഡിന് ചെലവഴിക്കുന്നുണ്ടാവും. ഇതൊക്കെ ആണെങ്കിലും നമ്മളെ പ്രൊഡക്റ്റിന്റെ വില കേൾക്കും. അപ്പൊ നമ്മൾ പറയാം നമ്മളെ ഉള്ളിൽ കിടക്കുന്ന ഇത്രയും 75 ലക്ഷം വേണം ഒരു ലിവർ മാറ്റി വെക്കാൻ. ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ഒരു രോഗി മാത്രം ഹോസ്പിറ്റലിൽ പോകില്ല. ഒരു ക്യാൻസർ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉമ്മാക്ക് ക്യാൻസർ രോഗം വന്നപ്പോൾ ഞാൻ ഒരു ദിവസം ഫുള്ള് അവിടെ മെനക്കിടണം. പിന്നെ അതുകൂടാതെ ഒരാൾ വണ്ടി ഓടിക്കാൻ വേണം, 2 ആള് ഉമ്മാന്റെ കൂടെ മെനക്കെട്ട്. അതും ഞങ്ങള് ഉമ്മാക്ക് രോഗം അറിഞ്ഞ അന്ന് മുതലേ 95 പിന്നെ എന്താ പറയാ ന്യൂട്രി ലൈഫ്, മുരിങ്ങ, നെർവ് എനർജി, പിന്നെ എന്താ പറയാ നൊവേന ക്യാപ്സ്യൂള്, ലെവുകേണി എല്ലാം ഞാൻ ഒരുവിധം സാധനങ്ങളൊക്കെ ആരെ എതിർപ്പും നോക്കാതെ ഞാൻ ഉമ്മാനെ കഴിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഉമ്മ ഇതുവരെ വലിയൊരു ആ രോഗത്തിന്റെ വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് ഉമ്മ പോയിട്ടില്ല എന്നുള്ളത് സർവശക്തനെ സ്തുതിക്കുന്ന. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇത്രയും സാധനങ്ങൾ ഉമ്മക്ക് കൊടുക്കാൻ പറ്റിയില്ല. എല്ലാവരും എതിർത്തിട്ട് ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ഉമ്മാക്കൊന്നും ദോഷം ചെയ്യുന്ന ഒരു സാധനം കൊടുക്കുന്നില്ല, ഞാൻ കൊടുക്കുന്നത് ഇന്ന സാധനങ്ങളാണ്. അപ്പൊ ഉമ്മാന്റെ അനിയത്തിക്കും ഉമ്മാക്കും ഒരുപോലെ രോഗം വന്നതാണ്. ഉമ്മാന്റെ അനിയത്തി ഇന്നലെ ഉമ്മാന്റെ ആങ്ങളേന്റെ മോന്റെ കല്യാണത്തിന് ഉമ്മ വന്നിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു പോയി. രോഗം ഉണ്ടായിട്ടും ഉമ്മക്ക് അതിനെ പറ്റി. ഉമ്മാന്റെ അനിയത്തി കിടന്ന കിടപ്പിൽ തന്നെയാണ്. അവിടെ പോയിട്ട് ഞാൻ ഈ 95 ഒന്ന് കൊടുക്കണം, ഈ കീമോ ഇഞ്ചക്ഷനൊക്കെ കൊടുക്കുമ്പോൾ അതിന്റെ ഒന്ന് ശരീരത്തിന് പിന്നെ ക്ഷീണമൊക്കെ മാറാൻ നല്ലതാന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ഡോക്ടർമാർ തരുന്നതിലും വലിയ ഗുളികയും മരുന്നും തരുന്നത് നീ ആരാന്നുള്ളതൊക്കെ അവരുടെ ഭർത്താവ് എന്നെ ഒരു ആക്ഷേപിച്ച് സംസാരിച്ചപ്പോൾ പിന്നെ ഞാനൊന്നും പറയാൻ പോയില്ല. കുടിക്കാനുള്ള യോഗം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ മക്കളുടെ അടുത്തൊക്കെ സംസാരിച്ചു. മക്കൾ പറഞ്ഞു ഉപ്പ സമ്മതിക്കുകയാണെങ്കിൽ കൊടുക്കാന്ന് പറഞ്ഞു. അത്ര പോലും ഒരു വിശ്വാസം വരെ ചിലപ്പം എൻ്റെ പ്രസന്റേഷനിൽ അവർക്ക് വിശ്വാസം വരാത്തതായിരിക്കും. അത് നമ്മൾ കൂടുതൽ അതിനെപ്പറ്റി സംസാരിക്കാൻ 95 എന്തിനുള്ളതാണെന്ന് പറയാനുള്ളൊരു കഴിവും അറിവും ഉണ്ടാവേണ്ടത് അത്യാവശ്യമുള്ള ആൾക്കാണ് ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി തന്നെ ഞാൻ പറയാൻ തീരുമാനിച്ചത്. ഒന്ന് നമ്മൾ എല്ലാം അറിയുന്നവരാണെങ്കിലും നമ്മൾ കേട്ട് കഴിയുമ്പോൾ ഒന്നും കൂടെ ഒരു ഓർമ്മപ്പെടുത്തൽ എന്തെങ്കിലും ഇതിലുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് മെനക്കെട്ടത് ഒരു സന്തോഷമുള്ള കാര്യം. പിന്നെ അതുപോലെ തെറ്റുകൾ ഒരുപാട് പറഞ്ഞില്ലേ, ആധികാരികമായിട്ട് പറയാനുള്ള അറിവോ വിദ്യാഭ്യാസമോ ഒന്നും ഇല്ലാത്ത ഞാനിത് പറയുമ്പോൾ തെറ്റുകളുണ്ടോ അത് ചൂണ്ടിക്കാണിച്ചു തരണം, തിരുത്താനുള്ള ഒരു അവസരം കൂടിയാണ് നമുക്ക്. പല പിന്നെ എന്താ കുറെ കൂടുതൽ എന്തൊക്കെയോ പറയണമെന്ന് വിചാരിച്ച് ഇതിന്റെ മുമ്പിലെത്തുമ്പോൾ അങ്ങ് മറന്നു പോകും. അതാ ഒന്നാമത് കരീം സാറ് പറയുമ്പോൾ ഞാൻ പറയാന്ന് പറയുന്നത് എൻ്റെ സംസാരത്തിൽ ഉണ്ടാകുന്ന വിക്കും മൂളലും മുക്കലും എല്ലാം ഒന്ന് മാറിയിട്ട് ഒന്ന് നന്നാവണം. എനിക്ക് ത്രൂ ഔട്ട് ഇങ്ങനെ കാര്യങ്ങൾ വരണം എൻ്റെ വായിൽ, പറഞ്ഞാലല്ലേ പറ്റുള്ളൂ എന്നുള്ളത്. കാരണം ആദ്യം ഭയങ്കര മടി, എൻ്റെ പേര് പറയാൻ പോലും മടിയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഒരു വീഡിയോ ഓൺ ആക്കിയിട്ട് എന്തെങ്കിലും ഒരു ഇത് പറയണം, റിവ്യൂ പറയണം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ്. അതൊക്കെ ഒന്ന് മാറി വരണം എന്നുള്ള നിലക്കാണ് ഞാനിത് ഏറ്റെടുക്കുന്നത്. നിങ്ങൾ വിചാരിക്കും എല്ലാ
കരീം സാറിന്റെ ആഴ്ച വരുമ്പോ പ്രൊഡക്റ്റ് പറയാൻ വേണ്ടിയിട്ട് ഞാനെങ്കിൽ വരുമ്പോ അറിവില്ലാത്ത ഇവളെന്തിനാന്നൊന്നും തോന്നരുത്. എല്ലാവരും ക്ഷമിക്കണം. പിന്നെ മൈഗ്രെയിൻ ഒക്കെ ഉണ്ടാവുന്നതിന്റെ കാരണം 90% ലിവറിന്റെ പ്രശ്നം തന്നെയാണ്. പിന്നെ പിന്നെന്താ, അങ്ങനെ കുറെ കാര്യങ്ങളാണ്. നമുക്കൊരു 18 വയസ്സ് വരെയെല്ലാം കിട്ടുന്നത് കല്ലും വയറ്റിലിട്ട് ദഹിക്കുന്ന ഒരു ശക്തി ഉണ്ടാവും. നമുക്ക് 18 വയസ്സിന് ശേഷമാണ് നമ്മൾ സാവധാനം സാവധാനം ദഹന പ്രക്രിയ നമുക്ക് കുറഞ്ഞു 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 വരുമ്പോൾ ഒരു 50 വയസ്സിൽ 60 വയസ്സിലേക്ക് അടുക്കുമ്പോഴാണ് കൂടുതലായിട്ട് നമ്മൾ പെർഫെക്ഷൻ കുറഞ്ഞു വരും. അപ്പം നമ്മൾക്ക് തീർച്ചയായിട്ടും ഒരു പ്രശ്നവും ഇല്ലെങ്കിലും ഈ എൻ്റെ പ്രായം ഒക്കെ കഴിഞ്ഞു നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് ലിവഗൈനും ഈ ഇമ്മ്യൂണോ3യും പ്രോബയോട്ടിക്കും ഒരു 6 മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഫുൾ ആൻഡ് ഈസി ഒക്കെ കഴിക്കാൻ പറഞ്ഞാൽ അവർ വലിയൊരു രോഗത്തിലേക്ക് പോകില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. പിന്നെ വേറെ എന്തെങ്കിലും രോഗം കണ്ടുപിടിക്കുന്ന നമുക്കതൊക്കെ കൊടുക്കാം. 95 ഒക്കെ കേൾക്കുമ്പോൾ അവർ പേടിക്കും. അപ്പം നമുക്കിത് പറയാം, ഇത് ഇത്രയല്ലേ ഉള്ളൂ, ഇത്രയല്ലേ വരുള്ളൂ, നിങ്ങൾ ഒരു മാസം കഴിച്ചു നോക്കുമെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരെയും രോഗത്തുനിന്ന് ആരോഗ്യത്തിലേക്ക് അല്ലെ രോഗം വരാതെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട്